of laughter. ഇൻഫാന്റ് ജീസസ് സ്കൂളിന്റെ ഈ ഒരു പബ്ലിക് സ്കൂളിന്റെ ഈ ഒരു ആനുവൽ ഡേയുടെ ഭാഗമായിട്ട് ഇവിടെ വരുവാനും നിങ്ങളൊക്കെ കാണുവാനും സാധിച്ചത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, ഇവിടെ എത്തിയിരിക്കുന്ന മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഗുരുക്കന്മാരെ, കൊച്ചുകൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടിയുള്ള ഒരു ആനുവൽ ഡേ വിഷസ് ആദ്യം തന്നെ അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കാമോ അതൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് പോകാൻ വേണ്ടി വന്നതാണ്. എന്നെ ഇവിടെ ക്ഷണിച്ച സ്കൂളിന്റെ മാനേജ്മെന്റ്, മറ്റുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉച്ചയൂണും കഴിഞ്ഞ് ഇങ്ങനെ വന്നിരുന്നേ എങ്ങനെ ശരിയാവുന്നേ? എല്ലാവരും ചേർന്ന് നല്ലൊരു കൈഡിയാണ്, നിറഞ്ഞൊരു കൈഡി. കുറെ പേരൊക്കെ കൈയടിക്കാതിരിക്കുന്നു. കൈയടിക്കുന്നതിന് പ്രത്യേകിച്ച് കരകെട്ടേണ്ട ആവശ്യമൊന്നും നമ്മുടെ നാട്ടിലില്ല അല്ലേ? കൈയടിച്ചാൽ അഴകും ആയുസ്സും വർദ്ധിക്കുമെന്നാണ് പണ്ടുള്ള കാരണവ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു കിടിലൻ കൈഡിയാണ് എല്ലാവരും ചേർന്ന്. സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഒരു മിമിക്രി എന്ന് പറയുന്ന സംഭവം നിങ്ങൾക്കെല്ലാം ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. മിമിക്രി എന്ന കലയിലൂടെയാണ് ഇങ്ങനെ കലാരംഗത്തേക്ക് വന്നത്. അതുകൊണ്ട് ഏതൊരു ഒഴുകുന്ന പുഴയുടെ അന്ത്യം എന്ന് പറയുന്നത് സമുദ്രത്തിൽ എത്താൻ വേണ്ടി അല്ലേ? ഏതൊരു ഒഴുകുന്ന പുഴയും അതിന്റെ അന്ത്യം എന്ന് പറയുന്നത് സമുദ്രത്തിലാണ് എന്ന് പറഞ്ഞ പോലാണ് ഏതൊരു ചെറിയ കലാകാരന്റെയും ആഗ്രഹം എന്ന് പറയുന്നത് സിനിമ എന്ന് പറയുന്ന ആ വലിയ ലോകത്തെത്താനാണ്. അതുകൊണ്ട് നമ്മൾ സിനിമയെ ഇഷ്ടപ്പെടുന്നു, സിനിമ താരങ്ങളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സിനിമയുമായി എല്ലാവർക്കും ഒന്ന് അത്യാവശ്യം എല്ലാവരും സിനിമയൊക്കെ കാണുന്നവരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, സിനിമയൊക്കെ ഇഷ്ടമാണോ? ഇവിടെ ഞങ്ങളെ നിങ്ങളൊന്നുമില്ല, നമ്മളൊരു കുടുംബം പോലെ കുറച്ച് സമയം ഈ ഹാളിനകത്ത് അടിച്ചു പൊളിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എന്റെ സ്ഥലം വിടും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു മിമിക്രി കലാകാരനായതുകൊണ്ട് എന്തായാലും ആദ്യം എവിടെ ചെന്നാലും നമ്മളൊരു ശബ്ദം നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കാറുണ്ട് അല്ലേ? മിമിക്രി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? അപ്പൊ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല, ഒരു 1-2 പേരുടെ ശബ്ദം ചെയ്തതിന് ശേഷം ഞാൻ അങ്ങ് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ആനുവൽ ഡേയുടെ ഭാഗമായിട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട ജനകീയനായിരുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ കോട്ടയം പുതുപ്പള്ളിക്കാരനായ നമ്മുടെ ആരായിരുന്നു? ഉമ്മൻചാണ്ടി സാർ അല്ലേ? അപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദത്തോടു കൂടി തന്നെ തുടങ്ങുകയാണ്. ഉമ്മൻചാണ്ടി സാറാണ് ഇന്ന് ഇവിടെ ഗസ്റ്റായിട്ട് എത്തുന്നെങ്കിൽ സാറിന് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും, ഒരു ആശംസയൊക്കെ അറിയിക്കാനുണ്ടായിരിക്കും. സാർ ഒരു പക്ഷേ ഇവിടെ വന്നിരുന്നെങ്കിൽ അദ്ദേഹം പറയുന്നത് കാഞ്ഞിരപ്പള്ളി ഇൻഫാന്റ് ജീസസ് പബ്ലിക് സ്കൂളിന്റെ ഈ ഒരു ആനുവൽ ഡേയുടെ ഭാഗമായി എന്നെ ഇവിടെ ക്ഷണിച്ച എൻ്റെ എല്ലാ മാനേജ്മെന്റിനോടും എൻ്റെ പ്രത്യേക സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല ഇവിടെ വന്നപ്പോൾ ഒരു വലിയ സന്തോഷം നിറഞ്ഞ ഒരു സംഭവം കണ്ടു. മറ്റൊന്നുമല്ല, കല എന്ന് പറയുന്നതും കലാകാരന്മാരെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു പ്രയർ ഡാൻസ് കാണാൻ സാധിച്ചു. മനോഹരമായിട്ടൊരു ഉണ്ണിയേശുവെയൊക്കെ കാണാൻ സാധിച്ചു. അതൊക്കെ ഈ സ്കൂളിന്റെ ഒരു എന്താണ് അച്ചടക്കത്തിന്റെ അല്ലെങ്കിൽ അവർ കൊണ്ടുവന്ന ആ ഒരു സന്തോഷം, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള ആ ഒരു കാര്യത്തിൽ ഈ സ്കൂളിന്റെ പങ്ക് വളരെ വലുതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഈ സ്കൂളിനും ഇതിന്റെ മാനേജ്മെന്റിനും ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും എല്ലാവരും ആശംസകളും നേരുന്നു. അപ്പൊ അതുപോലെ തന്നെ മലയാള സിനിമയിൽ നിന്ന് നമുക്കെല്ലാം പറയാം, നമ്മളെല്ലാം TV കാണാറുള്ളതാണ്, കോമഡി ഉത്സവം പോലുള്ള പരിപാടിയൊക്കെ കാണാറുള്ളതാണ്. മിമിക്രി വേദിയിലൂടെ മലയാള സിനിമയിലെത്തിയ കോമഡി ഉത്സവത്തിന്റെ ജഡ്ജായിട്ടിരിക്കുന്ന നമ്മുടെ ടിനി ടോമിനെ നമുക്കെല്ലാം അറിയല്ലേ? ടിനിച്ചേട്ടൻ ഇപ്പോൾ സിനിമാ ഫീൽഡിലാണ്. അദ്ദേഹം വരുവാണെങ്കിൽ അദ്ദേഹത്തിനും ഒരു ആശംസ പറയാനുണ്ടായിരിക്കും. അദ്ദേഹം ഇങ്ങനായിരിക്കും പറയുന്നത്: നന്നായിട്ടുണ്ട്. അതായത് സത്യത്തില് ഈ ഒരു സ്കൂളിന്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി വളരെ അച്ചടക്കവും ചിട്ടയും ഉള്ള ഒരു സ്കൂളാണ്. അപ്പൊ എന്തായാലും
ഈ ഒരു ആനുവൽ ഡേ ആഘോഷിക്കുന്ന ഈ ഒരു സ്കൂളിന് എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു. നമുക്കെല്ലാം അറിയാം, ഒരു പുതുവർഷം നമ്മൾ തേടി വന്നിരിക്കുകയാണ് 2024. അപ്പോൾ ഈ ഒരു 2024 എല്ലാവർക്കും ഒരു ഐശ്വര്യത്തിന്, സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു. അപ്പോൾ ഞാൻ ഈ ശബ്ദം ചെയ്തത് എന്ന് വെച്ചാൽ, ഈ ശബ്ദം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അനുകരിക്കാൻ, ശബ്ദാനുകരണം ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാരെ കൊണ്ടും സാധിക്കും. ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാരെ കൊണ്ടും ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരു ശബ്ദം അനുകരിക്കാൻ കഴിവുണ്ട്. കാരണം നിങ്ങളിൽ പലരും പട്ടിയുടെയും പൂച്ചയുടെയും കാക്കയുടെയും ഒക്കെ ശബ്ദം ചെയ്യുന്നവരാണ്. നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ വേണ്ടി തുണി ഒരു കളയുമല്ലോ കേട്ടോ, ഇത് മാത്രമേ ഊരുന്നുള്ളൂ. അപ്പോൾ ശബ്ദം അനുകരിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പലരും. പക്ഷെങ്കിൽ നമുക്ക് ശബ്ദം വേഗം അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ശബ്ദം അനുകരിക്കാൻ സാധിക്കും. പക്ഷെങ്കിൽ ഈ ശബ്ദം അനുകരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഒരാളുടെ രൂപം ചെയ്യുക, അല്ലെങ്കിൽ ഒരാളുടെ ഫിഗർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്കിപ്പോ പരിചയമുള്ളത് സിനിമാക്കാരെയും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരെയൊക്കെയാണ് അല്ലേ, അല്ലെങ്കിൽ ചരിത്ര പുരുഷന്മാരെയൊക്കെയാണ് നമുക്ക് അവരുടെ ഫേസ് ഓർമ്മ വരുന്നത് അല്ലേ. ഇപ്പൊ ഞാൻ എന്റെ നാട്ടിലുള്ള ഇപ്പോൾ ജോർജ് അച്ചാന്റെ ഫിഗർ ഇവിടെ വന്ന് ചെയ്താൽ നിങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് സിനിമ തിരഞ്ഞെടുത്തു. സിനിമയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരെ ഞാൻ തിരഞ്ഞെടുത്താണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇപ്പോൾ ഉദാഹരണത്തിന് കുറച്ച് ശബ്ദം ചെയ്തു, അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഫിഗർ ചെയ്യാൻ പറ്റും, കുറച്ച് രൂപഭാവം. നമ്മൾ സാധാരണ സിനിമാ താരങ്ങളുടെ അപരന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ലാലേട്ടന്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ അപരന്മാരെ നമ്മൾ പല ചാനലുകളിൽ കണ്ടിട്ടുണ്ട്. ഇവരൊക്കെ ഏകദേശം ഈ മോഹൻലാലായിട്ടോ മമ്മൂട്ടിയായിട്ടോ ഒക്കെ ഏകദേശം ഒരു 70-80% അവരുടെ ശരീരത്തിലും അവരുടെ മുഖത്തും സാമ്യമുള്ളവരാണ് ഈ ചാനലിൽ വന്ന് പെർഫോം ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഒരു അവാർഡ് നൈറ്റിലോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിലോ ഒക്കെ വന്ന് പെർഫോം ചെയ്യാറുള്ളത്. പക്ഷെങ്കിൽ ഒരു സിനിമാ താരവുമായി ബന്ധമില്ലാത്ത എന്റെ ശരീരവും മുഖവും നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലേ. ഒരു സിനിമാ താരവുമായി എനിക്ക് ബന്ധമില്ലെന്നുള്ള കാര്യം എനിക്കറിയാം, എന്റെ ശരീരത്തിനും മുഖത്തിനും ബന്ധമില്ലെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഈ സാധാരണ ഇത് വന്ന് ചാനലിൽ ചെയ്യുന്നത് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂം ചെയ്തിട്ടാണ് ഇവരാ ക്യാമറയ്ക്ക് മുന്നിലോ അല്ലെങ്കിൽ ആ ഫ്ലോറിലോ എത്താറുള്ളത്. ഞാൻ ഇവിടെ ഒരു 10-12 മിനിറ്റ് കൊണ്ട്, എനിക്ക് അധികം സമയമില്ല, അതുകൊണ്ട് ഞാൻ ഒരു 10-12 മിനിറ്റ് കൊണ്ട് ഒരു 7-8 താരങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കണ്ടല്ലോ, ഈ രൂപത്തിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 70%-80% ഓക്കെ ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും? കൈയിടിക്കോ. അപ്പൊ എല്ലാവരും ചേർന്ന് നല്ലൊരു കൈ ഉണ്ടാകും. എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു ആരാധകനെ ഞാൻ കണ്ടിട്ടില്ല. അത് നിലത്ത് കിടന്ന കൈയടിക്കുന്ന അങ്ങോട്ട് നോക്കിയാൽ പുള്ളി ഇപ്പൊ ഉണർന്നു തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ കിങ് ഖാൻ ഷാരൂഖ് ഖാനിൽ തുടങ്ങി. നമ്മുടെ പഴയകാല ഷാരൂഖ് ഖാനെ നമുക്കെല്ലാം അറിയാം അല്ലേ. പഴയകാല ഷാരൂഖ് ഖാനിൽ തുടങ്ങി നമ്മൾ ഭാരതീയരെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പഠിപ്പിച്ച സ്വാമി വിവേകാനന്ദനിലാണ് ഈ ഒരു ഫിഗർ ഷോ അവസാനിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനോഹരമായിട്ടുള്ള കയ്യടി പ്രോത്സാഹനം എന്നോടൊപ്പം ഉണ്ടാകുമെന്നുള്ള ശുഭപ്രതീക്ഷയോട് കൂടി തന്നെ തുടങ്ങുകയാണ്. കയ്യടി എന്നപ്പോൾ തന്നെ അതിന്റെ ആ ഒരു ഇത് ഫ്ലോ പോയി. ഒന്നുകൂടെ കയ്യടിക്കോ. ഷാരൂഖ് ഖാൻ 1965 നവംബർ 2 ഡൽഹിയിൽ ജനിച്ചു. നടനായും പ്രൊഡ്യൂസറായും ടെലിവിഷൻ അവതാരകനായും നിറഞ്ഞു ദീവാന എന്ന ഹിന്ദി ചിത്രത്തിലൂടെ ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടിയ കിങ് ഖാൻ ഷാരൂഖ് ഖാൻ.
तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम। तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम। अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम। ക്യാപ്റ്റൻ രാജു. ജൂൺ 27 KG ഡാനിയുടെയും അന്നമ്മയുടെയും 7 മക്കളിൽ മൂന്നാമത്തെ മകനായി പത്തനംതിട്ട ഓമല്ലൂരിൽ രാജു ഡാനിയൽ എന്ന പേരിൽ ജനിച്ചു. സത്യം പറ, നീ ആരാ? ഏതാ? ഈ പാട്ട് നിനക്ക് എവിടുന്ന് കിട്ടി? ഇതാരാണ്? 1987 ഇറങ്ങിയ നാടോടിക്കാറ്റ് എന്ന ഒറ്റ ചിത്രത്തിലെ പവനായി എന്ന കഥാപാത്രം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. വേദിയിലെത്തുന്നു പവനായി എന്ന കഥാപാത്രവുമായി ക്യാപ്റ്റൻ രാജു. Welcome, my boys. I am not an elevator. I am Pavanai, a real personal killer. പിന്നെ മറ്റുള്ള വിക്ടിംസിന് കൊടുക്കാത്ത ഒരു പരിഗണന ഞാൻ നിങ്ങൾക്ക് തരാം. You can select your own weapon. അമ്പും വില്ലും കൊണ്ട് ചാവണോ, ബോംബ് വേണോ, അതോ പിസ്റ്റൾ മാത്രം മതിയോ? Come on. അമിതാഭ് ബച്ചൻ. 1942 ഒക്ടോബർ 11 ഉത്തർപ്രദേശിലെ അലഹബാദിൽ ജനിച്ചു. ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി ആയി മാറിയതാണ്. ഇന്ത്യൻ സിനിമാ ലോകത്ത് നിന്നും ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ സ്വന്തമാക്കിയ താരം. അഭിനയം മാത്രമല്ല, ഗാനാലാപന രംഗത്തും ഒട്ടും പിന്നിലല്ല എന്ന് പ്രേക്ഷകർക്ക് കാട്ടിക്കൊടുത്ത താരം. തന്നോടുള്ള ആരാധന കൊണ്ടും സ്നേഹം കൊണ്ടും പ്രേക്ഷകർ നൽകിയ വിളിപ്പേരുകൾ ആംഗ്രി, യങ്മാൻ, ഷെഹൻഷാ ഓഫ് ഹോളിവുഡ്, ബിഗ് ബി എന്നിങ്ങനെയായിരുന്നു. ഇന്ത്യൻ സിനിമയുടെ അഭിനയ രാജാവ്, ഇന്ത്യൻ സിനിമയുടെ ബിഗ് ബി അമിതാഭ് ബച്ചൻ. सीधा खड़ा हुआ, अब फिर झुकने का शौक नहीं, अपने ही हाथों रचा स्वयं, तुमसे मिटने का खौफ नहीं। तुम हालातों की भट्टी में जब जब भी मुझको झोंकोगे तब तब सोना बनूंगा मैं। तुम मुझको कब तक रोकोगे? तुम मुझको कब तक रोकोगे? ദുൽഖർ സൽമാൻ. इस दुनिया में अगर जन्नत है तो बस यही है, यही है. മലയാള സിനിമയുടെ അഭിനയ പ്രതിഭ താരചക്രവർത്തി മെഗാസ്റ്റാർ പത്മശ്രീ ഭരത് മമ്മൂട്ടിയുടെ മകനായി 1986 ജൂലൈ 27 കൊച്ചിയിൽ ജനിച്ചു. DQ എന്ന ഷോർട്ട് മൂവി മലയാളി മനസ്സുകളിൽ ഇന്ത്യൻ സിനിമാ ലോകത്തും അറിയപ്പെട്ടു. പ്രശസ്ത സംവിധായകൻ ശ്രീനാഥ് രാജേന്ദ്രൻ സംവിധാനം ചെയ്തു. 2012 പുറത്തിറങ്ങിയ സെക്കൻഡ് ഷോ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കുള്ള ആദ്യ പടിച്ചവിട്ടി. അഭിനേതാവും പ്ലേബാക്ക് സിംഗറും ആയി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന താരം. സിനിമയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ബിസിനസ് മാനേജറായി തന്റെ തൊഴിൽ രംഗത്ത് വിശ്വസ്തത പുലർത്തിയതാണ്. താൻ അഭിനയിച്ച ഒട്ടുമിക്ക ചിത്രങ്ങളും വിജയത്തിന്റെ കാര്യത്തിലും വരുമാനത്തിന്റെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല എന്ന് പ്രേക്ഷകർക്ക് തന്നെ മനസ്സിലാക്കിയതാണ്.
വാനിൽ ആവാനിൽ കാലത്തുടിയിലെ പാലിയൽ പാടാത്തൊട തേടുവിടും വിശാലം ചെഞ്ചുണ്ടിൽ 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 ചേർന്നു ചെഞ്ചുണ്ടിൽ 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 അരികിലെ പുതുമന്ദരമായി വിടർന്നീ. കേരള സ്റ്റേറ്റ് അവാർഡ്, ഫിലിംഫെയർ അവാർഡ്, അങ്ങനെ നിരവധി അവാർഡുകൾ തന്റേതായ കഴിവിനാൽ സ്വന്തമാക്കി കേരളത്തിലെ കൗമാരപ്രായക്കാരുടെ സ്വന്തം ഡീക്കോ ദുൽഖർ സൽമാൻ. Johnny, money, Johnny, you are my Sunday money. Johnny, money, Johnny, so why you want plenty of money? നീലൊന്നും വരാൻ പറഞ്ഞു. നിനക്ക് കേരളത്തിലെ പിള്ളേരെ അറിയില്ല. ഓൾ ദി ബെസ്റ്റ്. രജനികാന്ത്. 1950 ഡിസംബർ 12 കർണാടകയിൽ ഒരു മറാഠ കുടുംബത്തിൽ ജനിച്ച് ബസ് കണ്ടക്ടറായി തന്നെ തൊഴിൽ നോക്കിയ ഇദ്ദേഹം 1973 MGR ഗവൺമെന്റ് ഫിലിം ആൻഡ് ടെലിവിഷൻ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഭിനയം പഠിക്കുവാനും ചേരുകയുണ്ടായി. തന്റെ സിനിമ എന്ന സ്വപ്നലോകം കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അപൂർവ രാഗങ്ങൾ എന്ന ചിത്രത്തിലൂടെ പൂമണി നടൻ, പ്രൊഡ്യൂസർ, തിരക്കഥാകൃത്ത് എന്നീ മേഖലകൾ കൈയടക്കിയ ഇദ്ദേഹം 2000 പത്മഭൂഷൺ, 2016 പത്മവിഭൂഷൺ പുരസ്കാരങ്ങളും തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ സ്വന്തമാക്കി. കബാലി, എന്തിരൻ, ശിവാജി, ഭാഷ, ദളപതി, പടയപ്പ, ലിംഗ, ബാബ, കാന എന്നിങ്ങനെ നീണ്ട നിരയിൽ സൂപ്പർ ഹിറ്റ് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ നമുക്കായി സമ്മാനിച്ച നമ്മുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനികാന്ത്. தமிழ் படங்களை மரம் வச்சுக்கிட்டு மீசம் முறுக்கிக்கிட்டு லுங்கி கட்டிக்கிட்டு நம்பியார் கபாலி அப்படின்னு சொன்ன உடனே குனிஞ்சி சொல்லவே சும்மா அப்படி வந்து நிப்பானே அந்த மாதிரி கபாலியா நினைச்சியாடா? கபாலிடா. മോഹൻലാൽ. 1960 മെയ് 21 പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ മോഹൻലാൽ വിശ്വാനന്ദൻ നായർ എന്ന പേരിൽ ജനിച്ച് 1978 മുതൽ മലയാള സിനിമയുടെ കരുത്തുറ്റ അഭിനയ പ്രതിഭയായി ഇന്നും മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന താരം. നടൻ, പ്രൊഡ്യൂസർ, പ്ലേബാക്ക് സിംഗർ, ഈ മേഖലകളിലെല്ലാം തന്റേതായ സാന്നിധ്യം അറിയിച്ചു. ആദ്യമായി താൻ അഭിനയിച്ച ചിത്രം തിരുനോട്ടം ആയിരുന്നെങ്കിലും ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയ ചിത്രം താൻ വില്ലനായി അഭിനയിച്ച 1980 റിലീസായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു. 1986 പുറത്തിറങ്ങിയ രാജാവിന്റെ മകൻ എന്ന ചിത്രത്തോടു കൂടി മലയാള സിനിമയുടെ സൂപ്പർ താരമായി മാറിയ താരം. ഒരു വല്ലം പൊന്നും പോവും കരിനീലക്കാടും കണി കാണാ കുന്നിലും തിരുവോടിപ്പാടും. 1991 പുറത്തിറങ്ങിയ ഭരതൻ, 1999 പുറത്തിറങ്ങിയ വാനപ്രസ്ഥം എന്നീ ചിത്രങ്ങൾ
ചിത്രങ്ങൾ ഉൾപ്പെടെ നാഷണൽ അവാർഡുകൾ സ്വന്തമാക്കാൻ തനിക്ക് സാധിച്ചു. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷാ ചിത്രങ്ങളിലും ഈ സൂപ്പർ താരത്തിന്റെ അഭിനയ മികവ് കാഴ്ചവെച്ചിട്ടുണ്ട്. പത്മശ്രീ പുരസ്കാരം, ഡോക്ടറേറ്റ്, ഫിലിംഫെയർ അവാർഡുകൾ, ലഫ്റ്റനന്റ് കേണൽ പദവി എന്നിങ്ങനെ താൻ സ്വന്തമായി. ഇദ്ദേഹം അഭിനയിച്ച സാഗർ ഏലിയാസ് ജാക്കി എന്ന കഥാപാത്രമായ ഭരത് മോഹൻ ലാൽ. Dedication to the fans, he's coming right up to you. Sagar, Elias, Jackie, reloaded. ഇതെന്റെ റിസൾട്ടാണ്. ഇവിടെ വരുന്ന എന്റെ ശത്രുക്കൾ പോലും എന്റെ അതിഥികളാണ്. സാഗർ എന്ന മിത്രത്തെ നിനക്കറിയും, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. Take care. Sagar, Elias, Jackie. തുടരും അതിദ്രുത കലിവ് കാക്കും ജനത പദ പദ തീർത്ഥയാത്ര ശാന്തിയാത്ര തുടരുമീയാത്ര. ഞാൻ ശ്രീരാമകൃഷ്ണ പരമഹംസദേവന്റെ തത്വദർശന സംഹിതകളും ആർഷഭാരത സന്ദേശവും പ്രചരിപ്പിക്കാൻ തീർത്ഥാടനം നടത്തുന്ന ഒരു സന്യാസി. മറ്റു രാഷ്ട്രങ്ങൾ മറ്റു മതവിശ്വാസികളെ ചുട്ടുകൊന്നപ്പോൾ, ചവിട്ടി പുറത്താക്കിയപ്പോൾ സർവ്വരാജ്യങ്ങളിലെയും വിവിധ മതങ്ങളിൽപ്പെട്ട പീഡിതർക്കും ശരണാർത്ഥികൾക്കും അഭയം നൽകിയവരാണ് എന്റെ ഭാരത ജനതയെ മുന്നിൽ ഞാൻ അഭിമാനിക്കും. ഏത് ലോകത്തിൽ ദൈവത്തെ ആരാധിച്ചാലും എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന മഹാപൊരുൾ ഉൾക്കൊള്ളും ലോകത്തെ ആദ്യത്തെ സമത്വ ദർശന മുദ്രാവാക്യം ഭാരതത്തിൽ നിന്ന് പിറവികൊണ്ട മഹാമന്ത്രമായിരുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കെല്ലാം അറിയാം, ഒരു സംഗീതം എന്തിനും ഏതിനും ആവശ്യമാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും പിടികിട്ടാൻ പറ്റാത്ത ഒരു ഭാഷയിലുള്ള ഒരു പാട്ടാണ് ഞാൻ ഇത് പാടാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഒരു പഞ്ചാബി ഗാനം. ഓക്കെ, അതാകുമ്പോൾ അതിന്റെ ലിറിക്സ് ഒന്നും നിങ്ങൾക്കും അധികം അറിയത്തില്ല, എനിക്കും അധികം അറിയത്തില്ല. എങ്ങനെയും ഒരു താളത്തിന് മുമ്പോൾ Get up
എന്തായാലും കുറച്ച് സമയമൊക്കെ നിങ്ങളോടൊപ്പം നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അടുത്ത പരിപാടി സ്ഥലത്ത് ചെല്ലുമ്പോൾ അവര് ഒരു ഗംഗയ്ക്ക് പിടിക്കുന്നത്. അതുകൊണ്ട് തൃശ്ശൂർ വരെ പോകണം. ചാലക്കുടി മേലൂർ പള്ളിയിൽ കൃത്യം 7 മണിക്ക് ഞങ്ങളുടെ ഒരു വലിയ ഷോ ഉണ്ട്. അപ്പോൾ അതിന് പങ്കെടുക്കണം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെയൊക്കെ കാണുവാനും ഇവിടെ ഒരു ഭാഗമാകാനും സാധിച്ചതിൽ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും